വിഷുദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച കളക്ഷൻ സ്വന്തമാക്കിയോ? സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഭരതനാട്യൻ്റെ മോഹിനിയാട്ടം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആർമീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഭരതനാട്യം മോഹിനിയാട്ടം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 6ാം ദിനമായിട്ടുള്ള ഇന്നത്തെ വിഷുദിന കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2024 പുറത്തിറങ്ങിയ ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ തുടർഭാഗമായിരുന്നു ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജീൻ, വിനയ് ഫോർട്ട്, ജഗദീഷ്, കലാരഞ്ജലി, അഭിരാം രാധാകൃഷ്ണൻ, സ്വാതിദാസ്, ശ്രീജ രവി, ശ്രുതി രമേശ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ആദ്യ ഭാഗം അണിയിച്ചിരിക്കെ കൃഷ്ണദാസ് മുരളി തന്നെയാണ് രണ്ടാം ഭാഗവും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം? ആദ്യ ഭാഗം തിയേറ്ററുകളിൽ പരാജയമായിരുന്നെങ്കിലും രണ്ടാം ഭാഗം ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ മികച്ച വിജയം സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോഴത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഷുദിനമായിട്ടുള്ള ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ ഉയർത്തി എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 1,08,00,000 രൂപയോളം ചിത്രത്തിൽ ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 5,22,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 7 മുതൽ 8 കോടി രൂപ വരെ സ്വന്തമാക്കിയ ഒരു കാഴ്ചയാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതൊക്കെയുള്ള ഒരു സൈജു കുറുപ്പ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ചൊരു കളക്ഷൻ കൂടിയാണിത്. ഒരുപക്ഷെ ചിത്രം വരും ദിവസങ്ങളും മികച്ച അഭിപ്രായങ്ങളും മികച്ച ബുക്കിങ്ങും സ്വന്തമാക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുക്കുകയാണെങ്കിൽ വരുന്ന ആഴ്ചയും ചിത്രത്തിന് ഇതേ സ്റ്റഡി ആയിട്ടൊരു കളക്ഷൻ നിലനിർത്താൻ സാധിച്ച നല്ലൊരു ഫൈനൽ കളക്ഷൻ വരെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഈ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ടാവും.